അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി സിമ്പിളായിട്ടൊരു കരൾ ഫ്രൈ കൊണ്ട് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബീഫിൻ്റെ ഒരു 1 കിലോ കരൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി നല്ലൊരു ഇതൊന്ന് കഴുകി അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ആവശ്യത്തിന് എണ്ണയൊക്കെ കൂടെ ചേർത്ത് നല്ലപോലെ കൂടെ ഫ്രൈ ആക്കി കൊണ്ടെടുക്കണം. സിമ്പിളായിട്ടുള്ള ഒരു കരൾ ഫ്രൈ നമുക്കിന്നങ്ങോട്ട് തയ്യാറാക്കി കൊണ്ടെടുക്കാം. അന്നേരം കരളൊക്കെ നല്ലപോലെ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 4-5 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അല്പം കൂടുതലിടണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. ആ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഒന്ന് ആ കരളിൻ്റെ കഷ്ണത്തിലെല്ലാം ഒന്ന് പിടിക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഇവനെ കൊണ്ട് വേവിച്ച് എന്നിട്ട് വേണം കുരുമുളകും എണ്ണയൊക്കെ കൊണ്ട് ഒഴിച്ച് ഒരല്പം കാശ്മീരി മുളക് പൊടിയൊക്കെ കൊണ്ട് ചേർത്ത് ഇവനെ ഫ്രൈ ചെയ്ത് കൊണ്ട് എടുക്കാൻ വേണ്ടി ഇനി ഇതെല്ലാം നല്ലപോലെ കൊണ്ട് വേവിച്ച് കൊണ്ടെടുക്കാം. അന്നേരം നമ്മൾ കരളൊക്കെ വേകാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാം നല്ലപോലെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒന്ന് തിളച്ച് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയൊക്കെ ഉണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്ക് നമ്മുടെ കരളൊന്ന് തുറന്നു നോക്കാം. അത് ഏകദേശമൊക്കെ എല്ലാം ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം തുറന്നു വെച്ചിട്ട് ഈ വെള്ളം കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അന്നേരം വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-2.5 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി, അതിനുശേഷം ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി അവിടെ മിക്സ് ചെയ്യും. അന്നേരം കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ തീയൊക്കെ അവിടെ കുറച്ച് വെച്ച് ഇവനെ നല്ലപോലെ അവിടെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കണം. അന്നേരം നമ്മുടെ കരൾ ഫ്രൈ ഒക്കെ ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം എല്ലാം ഒന്ന് മൂത്ത് റെഡിയായി വന്നിട്ടുണ്ട്. അതിന് ഒരു കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് കഴിച്ച് നോക്കാം. കണ്ട് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൊളി. എല്ലാം പരുവത്തിൽ തന്നെയുണ്ട്. വെന്തിട്ടുമുണ്ട്. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. നമ്മൾ ഇറക്കാറാവുമ്പോൾ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താണ്ട് ഇറക്കാം. എന്നിട്ട് നമ്മുടെ ബീഫ് ലിവർ ഫ്രൈ ഒക്കെ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് കൊണ്ട് ഇറക്കി കൊണ്ടുവെക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊണ്ടുവെക്കാം. ഒരു കഷ്ണം നമുക്ക് തവണ കഴിക്കാം. അത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആക്കിയെടുത്ത ബീഫ് ലിവർ ഫ്രൈ. അന്നേരം നമ്മുടെ ബീഫ് ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ലിവർ ഫ്രൈ. ഇതിങ്ങനെ ഓരോന്ന് പറക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പറക്കി കഴിച്ച് ലാസ്റ്റ് പാത്രം കാലിയാവുന്ന വഴി അറിയത്തില്ല.
നല്ല അടിപൊളിയായിട്ടുള്ള ബീഫ് ലിവർ ഫ്രൈ.